കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സങ്കീർത്തനം 127 ഒന്നാം തിരുവചനം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥികളായി എത്തുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം രൂപതയിലെ കോയമ്പത്തൂരിലുള്ള ലൂർദ് ഫൊറൈൻ ചർച്ചിലെ നെൽസനും സിജിയും 4 മക്കളുമാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അടുത്തിരിക്കുന്നവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ എപ്പിസോഡിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു അതിഥികൾ എത്തുന്നത്. ഞാനിങ്ങനെ മലയാളത്തിലൊക്കെ പറയാലോ അല്ലേ? തമിഴൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നല്ല പ്രത്യേക തമിഴ് മിക്സ് ഉള്ള മലയാളം ഇന്ന് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ തന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും, നിങ്ങളുടെ സംസാരം കേൾക്കാൻ തന്നെ ഒരു രസം ഉണ്ടായിരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷത്തോടെ ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് ഇവിടെ ഇന്ന് നിങ്ങൾ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതിന് വലിയ സന്തോഷമുണ്ട്. ആ ഒരു വലിയ സന്തോഷത്തോടെ തന്നെ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. നമുക്കൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് നെൽസൺ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്. ജനിച്ചതും വളർന്നതൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. 2 സ്റ്റുഡിയോ ഉണ്ട്. സിജിയും സ്റ്റുഡിയോ ആണ്. ഞങ്ങളും ഫോട്ടോഗ്രാഫറാണ്. 2 പേരും ചേർന്ന് തൊഴിൽ ചെയ്തിട്ട് ഞങ്ങളുടെ മക്കളെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര രസമായിട്ട് തന്നെ തോന്നുന്നുണ്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ. അപ്പം സിജി ഒന്ന് ഫോട്ടോഗ്രാഫറായ ഒരു അമ്മേനെയാണ് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് സിജി. ഞാനും ജനിച്ച് വളർന്നതൊക്കെ കോയമ്പത്തൂർ തന്നെയാണ്. ഫോട്ടോഗ്രാഫി പുള്ളിയുടെ കൂടെ വന്നപ്പോൾ അങ്ങനെ പഴകി ഈ സ്റ്റുഡിയോ നോക്കിക്കൊണ്ട് പോകുന്നു. പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ഫോട്ടോഗ്രാഫറാണെന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ പിന്നീട് ചോദിച്ചോളാം. ശരിക്കും നിങ്ങൾ മലയാളം പറയുന്നല്ലോ, 2 പേരും കോയമ്പത്തൂരാണ് ജനിച്ച് വളർന്നതെങ്കിൽ. അപ്പോൾ എവിടെയാണ് കേരളത്തിൽ നിങ്ങളുടെ ഒരു ഒറിജിൻ? എൻ്റെ വീട് അമ്മയുടെയും ഇവരെയൊക്കെ വീട് ആമ്പല്ലൂർ, തൃശ്ശൂരാണ്. എൻ്റെ വന്ന് കലൂർ, എറണാകുളം കലൂർ, അച്ഛൻ്റെ പള്ളിപ്പുറം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നായിരുന്നെങ്കിലും ഞാൻ ജനിച്ചത് വളർന്നത് എല്ലാം ഞാൻ കേരളത്തിൽ അപ്പനമ്മ വിളിച്ചിട്ട് പോകണതല്ലാതെ വേറെ ഒന്നും വലുതായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ അറിഞ്ഞ് വീട്ടിൽ വർത്തമാനം പറയാൻ മലയാളത്തിലാണ് ഞങ്ങൾ അങ്ങനെ വളർന്നു പോകുന്നത്. മലയാളത്തിൽ പറയണമെന്നുള്ളത് സ്ട്രിക്റ്റ് ആണ് വീട്ടിൽ സ്ട്രിക്റ്റ് ആണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് മലയാളം പറയാൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് മൂത്ത ചേട്ടനോടും ചേച്ചിയോടും ആദ്യമേ പേരൊക്കെ ചോദിച്ച് തുടങ്ങട്ടെ. എൻ്റെ പേര് സോഫി. ഞാൻ BCom പഠിക്കുന്നു. സോഫി പറയുന്നത് കേട്ടിട്ട് ഇവിടുത്തെ മലയാളം പറയുന്നവരെക്കാളും ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ സോഫി? ഏത് ഇയറാണ്? സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഏത് കോളേജിലാ? രാമകൃഷ്ണ. അവിടെ തന്നെയാണ് മുഴുവൻ. അപ്പൊ മലയാളം വായിക്കാൻ അറിയാമോ? അറിയില്ല. എഴുതാനും അറിയില്ല, പറയാൻ മാത്രമേ അറിയൂ. എങ്ങനെയുണ്ട്? തമിഴാണോ മലയാളമാണോ ഒരു സുഖം പറയാനും എഴുതാനും ഒക്കെ? എനിക്ക് രണ്ടും. വീട്ടിലാണെങ്കിൽ ഞാൻ ടോട്ടൽ മലയാളമായിരിക്കും, പുറത്താണെങ്കിൽ ഞാൻ ടോട്ടൽ തമിഴായിരിക്കും. ബഹുമുഖ ഭാഷാ പണ്ഡിതരുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചേട്ടനോട് ചോദിക്കാം അല്ലേ? ചേട്ടനോട് ചോദിക്കാം. എൻ്റെ പേര് സഫിൻ. ഞാൻ ഡിപ്ലോമ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതിലാണ്? ട്രിപ്പിളി രാമകൃഷ്ണ പോളിടെക്നിക് കോളേജിൽ ട്രിപ്പിളി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് പോയോ? +2 കഴിഞ്ഞ് പോയോ? 10th കഴിഞ്ഞിട്ട് പോയി. ഓക്കെ, അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് ഒരു മിടുക്കിയുണ്ട്. ഞാൻ അവരെ കൂടെ ഒന്ന് പരിചയപ്പെടട്ടെ. പറഞ്ഞോളൂ. എൻ്റെ പേര് സ്മരിയ. ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു.
എൻ്റെ പേര് സ്മരിയ. ഞാൻ ആദ്യം വീണ്ടും ചോദിച്ചു മരിയാണോ? അല്ല, ഒരു ഇസ് അതിൻ്റെ മുമ്പിലുണ്ട് അല്ലേ? അതെന്താണ്? ആരാണ് ആ പേരിട്ടത്? ആൻറ്റോച്ചൻ. ആൻറ്റോച്ചൻ. അതാരാ? അച്ഛനിട്ട പേരാ സ്മരിയ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സ്മൈൽ എപ്പോഴും ഉണ്ടാവണം, പക്ഷെ മാതാവിനെ പോലെയും കൂടെ ആയിരിക്കണം. ഇതൊക്കെ ഓർത്തിട്ടായിരിക്കും വിട്ടത് അല്ലേ? അപ്പൊ സ്മരിയയുടെ കൂടുതൽ വിശേഷമൊക്കെ ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഒരാൾ എൻ്റെ അടുത്തുണ്ട്, ഒരു സ്മാർട്ട് ബോയ്. ഒന്ന് കൊടുത്തേ മൈക്ക്. സക്കറിയ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിൽ. സക്കറിയക്ക് മലയാളമാണോ തമിഴാണോ ഇഷ്ടം? തമിഴ്. തമിഴിൽ എങ്ങനെയാ പറയുക? എൻ്റെ പേര് സക്കറിയാണ്, ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്ന് എങ്ങനെ പറയും? ഞാൻ പേര് സക്കറിയ, ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്നേ. പക്ഷെ എനിക്ക് മനസ്സിലായി കേട്ടോ. എന്തായാലും കൊള്ളാം, മിടുക്കൻ. അപ്പൊ ഒരുപാട് സന്തോഷം. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. നിങ്ങൾ എന്തുകൊണ്ടാണ് ശരിക്കും ഈ എപ്പിസോഡിൽ ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് വരാനായിട്ടുള്ള ഒരു 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 അങ്ങനെ ഒരു കാര്യം തോന്നണമല്ലോ? ഇത്രയും ദൂരം വരണം, എല്ലാവരെയൊക്കെ ആയിട്ട് പങ്കെടുക്കണം. എനിക്ക് തോന്നുന്നു വീട്ടിലെ അപ്പനോട് തന്നെ വേണം അത് ചോദിക്കാൻ. എന്തുകൊണ്ടാണ് നെൽസ തീരുമാനിച്ചത്? അതായത് അവിടെ തമിഴ്നാട്ടിലും ശരി എല്ലായിടത്തിലും കുറേ ഇടത്തിൽ ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഫോട്ടോഗ്രാഫറായ കാരണം കുറേ കപ്പിൾസിന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പം വേണ്ട കല്യാണം പിന്നെ മതി എന്നുള്ള പോലെ ഒരു പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ആൾക്കാരുമായിട്ടും, പിന്നെ ഒരു മോളും മതി, ഒരു മോൻ മതി, അതല്ലാതെ ഒരു പ്രസവത്തിനെ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഇത് നല്ലതല്ല എന്ന് മനസ്സിൽ തോന്നി. അപ്പം ആ ഒരു ചിന്ത ഉള്ള കാരണം ഇത് കുറച്ച് പ്രൊമോട്ട് ചെയ്യണം, ഇത് നന്നായിട്ട് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കാരണം ഈ ഡിവൈനിലൊക്കെ ഞാൻ പോണ കാരണം അവിടെ കുടുംബ ക്ലാസ് എടുക്കാനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഡിവൈനിൽ അവിടെ എന്തൊക്കെ ശുശ്രൂഷകളാ ശരിക്കും ചെയ്യുന്നത്? ഡിവൈനിൽ അച്ഛന്മാർക്ക് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരൊറ്റ ശുശ്രൂഷയായിരുന്നത്. ഇപ്പോൾ വർഗീസ് അച്ഛൻ അവിടെ വന്നതിന് ശേഷം അവിടെ ഒരു കുടുംബത്തിനായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ എന്നെ ധ്യാനത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി എനിക്ക് അച്ഛൻ ഒരു പ്രേരണ കൊടുത്ത്, അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റി. ഇതുപോലെയുള്ള ഒவ்வொரு കപ്പിളിനും നമുക്ക് ഈ കൊച്ചിനെ പറ്റിയുള്ള മഹത്വം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അതിൽ നിന്ന് വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇതൊരു ശുശ്രൂഷയായിട്ടല്ല ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും ലോകമെമ്പാടുമുള്ള മക്കളിനെ എല്ലാവർക്കും ഒരു പ്രചോദനമായി ഇരിക്കണം അല്ലാതെ ഇതൊരു വലിയ ശുശ്രൂഷയാണ് ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നുള്ളത്. ആ ശുശ്രൂഷയിലും നമ്മൾ പങ്കെടുക്കാൻ ഒരു സാധ്യത കിട്ടിയപ്പോൾ അതിൽ മുഴുവനും താല്പര്യം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി സന്തോഷത്തോടെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് ആ ചിരിയുണ്ട് കേട്ടോ. എപ്പോഴും ഒരു ക്ഷീണം ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. യാത്രയുടെയോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ചിരിക്കുന്നയാൾ നിങ്ങളുടെ അമ്മയാണ് എപ്പോഴും. ശരിക്കും നെൽസനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ശരിക്കും 4 മക്കൾ അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി, നിങ്ങൾ എന്തായാലും കുഞ്ഞു മക്കളൊന്നും അല്ല, കുറച്ചൊന്നും പണ്ടേ തന്നെ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ചിലപ്പോൾ ഇത്രയും മക്കളെ ഒന്നും എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നൊരു കാലമല്ല. ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങളുടെയൊക്കെ നമ്മൾ ഒരു സമയത്ത് നാം 2 നമുക്ക് 2 എന്നൊക്കെ പറയുന്ന ഒരു കാലം വളരെ സ്ട്രോങ് ആയിരുന്ന സമയത്താണ് ഇവരൊക്കെ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അമ്മയോട് ചോദിക്കട്ടെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനെ പറ്റി. ഞാൻ ജനിച്ചു വളർന്നത് കോയമ്പത്തൂരാണെങ്കിലും നാടായിട്ടൊക്കെ നല്ല ഇതുണ്ട്. ഞാൻ ഒറ്റ മോളാണ്. എനിക്ക് ഇളയത് ഒരു അനിയനുണ്ടായിട്ട് മരിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒറ്റയ്ക്കുള്ളത് പാടില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും വല്യപ്പൻ്റെ മക്കളെല്ലാവരും ഇങ്ങനെ മാറി മാറി വന്ന് നിൽക്കും ഞങ്ങളുടെ വീട്ടിൽ. ഇവിടെ 10th കഴിഞ്ഞാൽ അവർ പഠിക്കാൻ വരുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ എപ്പോഴും വീട്ടിൽ ചേട്ടന്മാരെപ്പോഴും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിലേക്ക് വേണം എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ. എൻ്റെ ഏക ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നത് അതൊന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് അലയൻസ് വന്നത് പുള്ളിയുടെ അതിൽ നിന്ന് 7 ആൺമക്കളുള്ള വീട്ടിൽ നിന്നാണ്. 7 മക്കളുണ്ട്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ് എനിക്ക് എൻ്റെ ഈശോ തന്നത്.
അപ്പോൾ എനിക്കിതിൽ ഈ ഒരു കാര്യം ഓർത്തിട്ട് ഈശോയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കിത് മതി എന്നുള്ള തീരുമാനം. അപ്പോൾ വലിയ കുടുംബം വേണമെന്നുള്ള ആഗ്രഹം എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ഇത് പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് പിള്ളേർ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ആദ്യത്തേത് തന്നെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അതിന് മുമ്പ് ഒരു അബോർഷൻ കഴിഞ്ഞായിരുന്നു. പിന്നീട് പ്രാർത്ഥിച്ച് ഓരോ ഇതിനും പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുങ്ങി. ഓരോ മക്കളും ദൈവം തന്ന ദാനത്തിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റി. അതായിരിക്കാം കുഞ്ഞിലേ തൊട്ടേ ഞങ്ങൾക്ക് അതൊരു വലിയ കുടുംബത്തോടുള്ള താല്പര്യം കൊണ്ടാവാം. 4 സിസേറിയൻ തന്നെയല്ലേ? 4 എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പഴയ കുറച്ചുകൂടെ സീനിയർ ആ ഒരു കാലത്തിൽ 4 സിസേറിയൻ അത്ര കോമൺ ഒന്നും അല്ല ആ സമയത്താണല്ലോ. അപ്പൊ തമിഴ്നാട്ടിൽ എങ്ങനെയാ? കേരളത്തിലാണെങ്കിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും, നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ബഹളം ഉണ്ടാക്കും. നിങ്ങൾക്ക് അവിടെ എങ്ങനെയായിരുന്നു? അത് 3ാമത്തെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞായി ഇനി പാടില്ല, ഈ പരിസരത്തേക്ക് വരരുതെന്നുള്ളത്. അതിന് ശേഷം 2 അബോർഷൻ കഴിഞ്ഞ് അപ്പോൾ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ്. 4ാമത്തത് ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഡോക്ടർ ഒരു ക്രിസ്ത്യാനി ഡോക്ടർ തന്നെയാണ്, ഈവ രവിക്കുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് എപ്പോഴും എന്നെ കാണുമ്പോൾ തന്നെ തലയിൽ കൈവച്ച് കുരിശ് വരച്ചിട്ടാണ് എല്ലാ കാര്യവും ചെക്ക് ചെയ്യുക. അപ്പോൾ പറയും, എനിക്ക് നിൻ്റെത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു ജീവിതത്തിലൊരു ഇതാണ്. അപ്പോൾ പുള്ളിക്കാരിയും 4th സിസേറിയൻ ചെയ്യുന്നത് ആദ്യത്തെ തവണയാണ്. അപ്പോൾ അങ്ങനെ മോൻ്റെ കാര്യത്തിൽ കുറച്ച് ബെഡ് റെസ്റ്റും കാര്യമൊക്കെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത മോള് നല്ല സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയുടെ ഒരു സപ്പോർട്ടും പുള്ളിയുടെ അമ്മച്ചിയും ഒക്കെ ആയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടിലുള്ള പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ കുറേ അനുഭവിച്ചായിരുന്നു ആ സമയത്ത്. 4ാമത്തതായപ്പോൾ ഫുൾ ബെഡ് റെസ്റ്റും കാര്യമൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടാണ് വലിയ ഒരു ഇതായിരുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കളെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദിയോടെ ഈ എപ്പിസോഡിൽ നമുക്ക് ഓർക്കാം. അവരും ഇത് കേൾക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങളുടെ മനോഹരമായ ഒരു പ്രൊഫൈൽ വീഡിയോ ഏതായാലും ഗുഡ്നസ് TV തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കാണാം, മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ഈ മൂത്ത ചേച്ചിയോട് ചോദിക്കട്ടെ, ഓരോരുത്തരും വരുമ്പോൾ അമ്മേനെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉള്ളിലുള്ള ഒരു ഫീലിംഗ്? നല്ല ഫീലിംഗ് ആണ്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇവൻ പിറന്നപ്പോൾ ഐ വാസ് ജസ്റ്റ് 12. ഞാൻ 12 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ 12 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവൻ പിറന്നപ്പോൾ ലൈക്ക് ഞാൻ എന്നെ നോക്കിക്കോളാം, മമ്മി ഇത് നോക്കണ്ട കാര്യമേ ഇല്ല, കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും കൂടി ഞാൻ ഇവിടെ എടുക്കാറുണ്ട്, കൊഞ്ചാറുണ്ട്. ലൈക്ക് ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ വന്ന് ഇവൻ വലിയ കുട്ടിയല്ലേ, നീ എന്തിനാ ഇനിയും കൊഞ്ചിക്കണേ എന്നൊക്കെ പറയും. പക്ഷെ എനിക്കത് ഇവൻ വലുതായി എന്നൊക്കെ തോന്നിയത്, നീ വളരില്ല, നീ ചെറുതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്. ബിക്കോസ് എനിക്ക് ലൈക്ക് കൊഞ്ചിക്കാനും ചെറിയ കുട്ടികളെ ഭയങ്കര ഇത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. സക്കറിയോട് ഞാൻ ചോദിക്കട്ടെ, അമ്മേനെയാണോ ചേച്ചീനെയാണോ കൂടുതൽ ഇഷ്ടം? അമ്മ അടിക്കും, ചേച്ചിയോ? അടിക്കില്ല. അപ്പൊ ആരെയാ കൂടുതൽ അടുത്തിരിക്കാൻ ഇഷ്ടം? അത് പറയില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. സ്മരിയനെയാണോ കൂടുതൽ ഇഷ്ടം? അടിക്കില്ല. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ഭയങ്കരമായിട്ട്? ഞാൻ ഓർക്കുമായിരുന്നു മോള് പറഞ്ഞപ്പോഴേ, ശരിക്കും ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ അമ്മ. അപ്പൊ അതൊരു വലിയ കുടുംബങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് വളർത്താൻ പാടാണ്, എന്ത് ചെയ്യുന്നത്. പക്ഷെ ഒരു 2-3 പേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂത്ത ആൾക്കാർ അവരെ അങ്ങ് ടേക്ക് കെയർ ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമാണ് അവർക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും സ്പെഷ്യലിസ്റ്റ് കുക്കൊക്കെ നോക്കി എല്ലാ കാര്യവും അവള് നോക്കി ഞങ്ങളെ നയിക്കും. അവള് എല്ലാം എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിപ്പിക്കുന്നത് കൂടെ അവളാണ്. ഒന്ന് പറഞ്ഞേ സ്മരിയ, എന്തൊക്കെയാ വീട്ടിൽ ചെയ്യുന്നതെന്ന്? എന്തൊക്കെ ഉണ്ടാക്കാം, എന്തൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം?
ബർത്ത്ഡേസ് ആയ എല്ലാവരുടെ ബർത്ത്ഡേസ് ആയ കേക്ക് ഉണ്ടാക്കും. ആ പിന്നെ ഡിന്നർ ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കും? ദോശ, ചട്നി. ഇതൊക്കെ മോളാണ് ചെയ്യുന്നത് ആ എല്ലാ ദിവസവും? ആ. ഒരു കുഴപ്പമില്ല. അതെ, എന്ന് പഠിച്ചു? എത്ര ഇപ്പൊ 9th പഠിക്കുന്നത്? അപ്പൊ 9th ഒന്ന് കേൾക്കട്ടെ കേട്ടോ. അത് ചായ ഉണ്ടാക്കാൻ അറിയാവോ എന്ന് നമുക്ക് ചോദിക്കണം ചില 9th. എന്നിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എത്ര സമയം എടുക്കും ഇതിനൊക്കെ? ഹാഫ് ആൻ അവറിൽ എങ്ങനെ? ചപ്പാത്തി അല്ല ദോശയൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ട്. ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ? അത് അങ്ങനെ ചെയ്യും. മമ്മി അമ്മമ്മന്റെ നോക്കി പഠിച്ചു. ശരിക്കും ഉണ്ടല്ലോ നമുക്കിത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു ദോശയൊക്കെ ഉണ്ടാക്കാൻ 9ാം ക്ലാസ്സുകാർക്ക് അവർ വേണം പിസ്സ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ ദോശ ഉണ്ടാക്കണമെന്നില്ല, ചായ ഉണ്ടാക്കണമെന്നില്ല, അത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ അതൊരു വലിയൊരു ട്രെയിനിങ് ആണ്. നമുക്ക് ഈ വലിയ കുടുംബത്തിൽ എപ്പോഴും അവള് തന്നെയാണ് എല്ലാ തവണയും, എല്ലാ ദിവസവും. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. ശരിക്കും മിടുമിടുക്കി. 8 പേരുണ്ട്. 8 പേർക്കുള്ള ഫുഡും ദോശ എല്ലാവർക്കും അവള് ദോശ ഒക്കെ ചെയ്ത് പെട്ടെന്ന് ആരെങ്കിലും വന്നാലും കെയർ ചെയ്ത് അപ്പനെടുത്ത് സ്നേഹത്തോട് ചോദിക്കുന്ന ഒരു മോളാണ് നീലി അവളാണ്. ചുമ്മാ അല്ല, അവൾക്ക് സ്മരിയാന്ന് പേരിട്ടത് കേട്ടോ. അതൊരു സ്നേഹത്തോടെ. ഇനി എനിക്ക് അറിയേണ്ടത് അവിടെ അങ്ങേറ്റത്തിരിക്കുന്ന ചേട്ടനെ കുറിച്ചാണ്. ഐ തിങ്ക് വെരി ആക്റ്റീവ് ഇൻ ജീസസ് യൂത്ത് അല്ലേ? ജീസസ് യൂത്ത് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഉഷാറായിട്ട് പങ്കെടുക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഒരു യങ് ഗൈ ആണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് ചെയ്യുന്നത് കോയമ്പത്തൂര്? ജീസസ് യൂത്തിൽ നല്ല ആക്റ്റീവാണ്. എവറി തേഴ്സ്ഡേ ഞങ്ങൾ ജീസസ് യൂത്തിൽ ഞാൻ വീട്ടിലെല്ലാം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ആൻഡ് അവിടെ മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ നല്ല ആക്റ്റീവാണ്. എവറി തേഴ്സ്ഡേ ഞാൻ തന്നെ അവിടെ മ്യൂസിക് പ്ലേ ചെയ്യാറുള്ളൂ. ആൻഡ് ഞങ്ങളുടെ കോർഡിനേറ്ററും നന്നായിട്ട് മ്യൂസിക് മിനിസ്ട്രിയിൽ നല്ല ആക്റ്റീവാണ് ചേച്ചി. എനിക്കൊരു തമിഴ് പാട്ട് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ പ്രേക്ഷകർക്കും? ഇപ്പം 4 ലൈൻസ് മതി. എങ്ങനെ പാടാതെ വിടും? ഒരു മ്യൂസിക് മിനിസ്ട്രിയിലെ ലീഡ് ചെയ്യുന്ന ആളെ നമ്മൾ പാടിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ഇവരുടെ ആരെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ചോദിക്കാം. അവൻ തന്നെ പാടും. എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ പാട്ട് ഭയങ്കര കുളമാവും. അതുകൊണ്ട് അല്ല പാടും. വീട്ടില് ഞങ്ങളുടെ പ്രെയർ ടൈമില് അങ്ങനെ പാട്ട് പാടുന്ന എന്റർടൈൻമെന്റ് ഒക്കെ കൂടി പോകും ചില സമയങ്ങളിൽ. ഓ അങ്ങനെ. അതെ. കുരിശുവരെ അപ്പൊ ചോദിക്കണം, ഒരു സ്പെഷ്യൽ രീതിയിലായിരിക്കാം പ്രാർത്ഥനകൾ. അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു മോനെ ഒരു പാട്ട് പാടിയാൽ. തമിഴ് വേണം, മലയാളം ഒന്നും വേണ്ട, ഇംഗ്ലീഷും വേണ്ട. നാനും എൻ വീടും എൻ വീട്ടാർ അனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீர நன்றி, என்னை சிதையாமல் சுமந்தீர நன்றி. ஒரு கரு போல காத்தீர நன்றி, என்னை சிதையாமல் சுமந்தீர நன்றி. எபினேசரே எபினேசரே என் நிறைவாயிருப்பவரே. எபினேசரே எபினேசரே என் நிறைவாயிருப்பவரே. நன்றி நன்றி நன்றி, ஒரு கரு போல காத்தீரே நன்றி. நன்றி நன்றி நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് കാണണം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇവരുടെ തന്നെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.